നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഏതാണ്ട് 11% അടുത്താണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വോട്ടുകൾ ഏതാണ്ട് 80-90% ഇടതുമുന്നണിക്കും CPM-നുമാണ് ലഭിച്ചത്. എന്നാൽ ഇത്തവണ ആ വോട്ടുകൾ എങ്ങോട്ട് തിരിയും? LDF-ന് പഴയതുപോലെ വലിയ തോതിൽ ഈ വിഭാഗങ്ങളിലെ വോട്ടുകൾ ലഭിക്കുമോ? അതോ കോൺഗ്രസിലേക്ക് വഴിമാറിപ്പോകുമോ? അതോ BJP അവയിൽ കുറച്ചെങ്കിലും പിടിച്ചെടുക്കുമോ? ഈ ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെയും രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെയും മുന്നിൽ ഉയരുന്നത്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗം തെരഞ്ഞെടുപ്പിൻ്റെ വിഷയത്തിൽ അതീവ നിർണായകമായ ഒരു ജനവിഭാഗമാണ്. പട്ടികജാതി പട്ടികവർഗ വോട്ടുകൾ, പ്രത്യേകിച്ച് പട്ടികജാതിക്കാരുടെ വോട്ടുകൾ ഏത് മുന്നണിക്ക് ഒരു 80%-ലധികം പോകുന്നുവോ ഏതാണ്ട് 15-20 മണ്ഡലങ്ങളിൽ ആ മുന്നണി നേട്ടമുണ്ടാക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് 1-2 പട്ടികജാതി മണ്ഡലങ്ങളിലെ വിജയിക്കാൻ കഷ്ടിച്ചു കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ളവയെല്ലാം CPM-ഉം ഇടതുമുന്നണിയും തൂത്തുവാരി. വണ്ടൂരിൽ നിന്ന് AP അനിൽകുമാറിനെ പോലൊരു നേതാവിന് മാത്രമേ UDF-ൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന്, പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ജയിച്ചു കയറാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ള പട്ടികവർഗ മണ്ഡലങ്ങളിലും പട്ടികജാതി മണ്ഡലങ്ങളിലുമെല്ലാം CPM വെന്നിക്കൊടി നാട്ടി. CPI-യും വലിയ തോതിൽ നേട്ടങ്ങളുണ്ടാക്കി. പൊതുവെ ഇടതുമുന്നണിക്കാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വോട്ടുകൾ ഭൂരിഭാഗവും ലഭിക്കുക എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു. എന്നാൽ 2026 തെരഞ്ഞെടുപ്പെത്തുമ്പോൾ സ്ഥിതിഗതികൾ അല്പം മാറി വരികയാണെന്നാണ് പറയപ്പെടുന്നത്. ഇത്തവണ ദളിത് വോട്ടുകൾ 3 ഭാഗിച്ചു പോകുമെന്ന വിശ്വാസമാണത്രേ കോൺഗ്രസിനുള്ളത്. അങ്ങനെ വരുമ്പോൾ ചില സീറ്റുകൾ കോൺഗ്രസിനും UDF-നും ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. 11% വരുന്ന ദളിത് വോട്ടുകൾ പലരും കാര്യമായി കണക്കിലെടുക്കാറില്ലെങ്കിലും മുന്നണികളുടെ ജയാപജയങ്ങൾ നിർണ്ണയിക്കാൻ പര്യാപ്തമാണെന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞരും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഈ 2 വിഭാഗങ്ങളിലും ധാരാളം വോട്ടുകൾ ഇടതുമുന്നണിക്ക് കാലാകാലങ്ങളായി പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഇത്തവണ അവർക്ക് ലഭിച്ചേക്കാൻ സാധ്യത കുറവാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മാവേലിക്കര പോലുള്ള മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് പോലുള്ള മണ്ഡലങ്ങൾ കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ആ പാർട്ടിയും UDF-ഉം. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ചില മണ്ഡലങ്ങൾ, കോങ്ങാട് പോലുള്ള മണ്ഡലങ്ങളും തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണ്ഡലവുമെല്ലാം ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇതുവരെ ഏതാണ്ട് 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് കൃത്യമായി വെളിവാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. എന്നാൽ CPM ആകട്ടെ അതെല്ലാം കവച്ചു വെച്ച്, അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളെയെല്ലാം കവച്ചു വെച്ച് മുന്നോട്ട് പോവുകയാണ്. ഇത്തവണയും ദളിത് വോട്ടുകൾ തങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് CPM-നുള്ളത്. പുതിയ മുഖങ്ങളെ ചില മണ്ഡലങ്ങളിൽ പരീക്ഷിക്കാൻ പോലും അവർ ഒരുങ്ങുന്നുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ, പട്ടികജാതി വിഭാഗത്തിലെ സ്ഥാനാർത്ഥികളെല്ലാം, CPM സ്ഥാനാർത്ഥികളെല്ലാം വളരെ മികച്ചവർ കൂടിയായിരുന്നു. മികച്ച രാഷ്ട്രീയ പ്രവർത്തകരും ചെറുപ്പക്കാരും യുവാക്കളുമൊക്കെ ആയിരുന്നതുകൊണ്ട് ഇത്തവണയും ദളിത് മണ്ഡലങ്ങളിൽ, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് വെന്നിക്കൊടി പാറിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് CPM മുന്നോട്ട് പോകുന്നത്. ഏതായാലും 12% അടുത്തു വരുന്ന ദളിത് വോട്ടുകൾ ഇത്തവണ ആരുടെയൊപ്പം നിൽക്കുമോ അവർ തന്നെയായിരിക്കും കേരളം ഭരിക്കുക.